രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ രാധാഭക്തർക്കും വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് വൃന്ദാവനം എന്ന് പറയുന്നത്. എന്നാൽ രാധാഭക്തർ ഒരു കാര്യം അറിയുക, ഒരു പറ്റം ആൾക്കാർ പറയുന്നത് വൃന്ദാവനത്തേക്കാൾ പ്രാധാന്യമുള്ള ഒരു സ്ഥലം, മറ്റൊരു കൂട്ടര് വൃന്ദാവനത്തോളം പ്രാധാന്യമുള്ള ഒരു സ്ഥലം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വൃന്ദാവനം മാത്രം സന്ദർശിച്ചിട്ട് കാര്യമില്ല. വൃന്ദാവനം മാത്രം സന്ദർശിച്ച് രാധാഭക്തര് സംതൃപ്തി അടയരുത്. കൃഷ്ണഭക്തരും രാധാഭക്തരും വൃന്ദാവനവും സന്ദർശിക്കണം. ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ സ്ഥലവും സന്ദർശിക്കുമ്പോൾ മാത്രമേ ആ സർക്കിള് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ഇത് ശിവഭഗവാൻ പാർവതിയോട് പറയുകയാണ്. ശിവഭഗവാൻ ഒരു ദിവസം പാർവതീ ദേവിയോട് പറഞ്ഞു, നോക്കൂ, വൃന്ദാവനത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമുണ്ട്. പാർവതീ ദേവി അത്ഭുതപ്പെട്ടു പോയി. വൃന്ദാവനത്തോളം പ്രാധാന്യമോ? അതേ, വൃന്ദാവനത്തോളം പ്രാധാന്യമുള്ളത്, ഒരു പക്ഷേ വൃന്ദാവനത്തെക്കാൾ പ്രാധാന്യമുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലമോ? അങ്ങനെ ഒരു സ്ഥലമുണ്ട്. വൃന്ദാവനത്തിലും ഇവിടെയും പോകണം നമ്മൾ, രാധാഭക്തിയും കൃഷ്ണഭക്തിയും പൂർണ്ണമാകാൻ. അപ്പൊ പാർവതീ ദേവിക്ക് ഉത്സാഹമായി. പാർവതീ ദേവി ശിവഭഗവാനോട് പറഞ്ഞു, എന്നോട് പറയൂ. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഒരു ദിവസം താമരപ്പൂവിനകത്ത് വണ്ട് വന്ന് തേൻ കുടിക്കുന്നത് പോലെ വണ്ടും താമരപ്പൂവും ഇങ്ങനെ ശൃംഗാരത്തിൽ ആനന്ദിക്കുന്നത് പോലെ ഭഗവാൻ ശ്രീകൃഷ്ണനും വിരജയും കൂടി വൃന്ദാവനത്തിൽ അങ്ങനെ ശൃംഗാര കേളികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും വിരജ അപ്പൊ വിരജയും കൂടെ ചേർന്ന് ശൃംഗാര രസത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഇത് ഒരു സഖി കണ്ടു. അപ്പോ രാധാറാണിയുടെ സഖിമാർക്ക് രാധാറാണിക്കപ്പുറം ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. അത് രാധാറാണിയുടെ സഖിയായാലും രാധാറാണിയുടെ പുരുഷ ഭക്തനായാലും ശരി, രാധാഭക്തർക്ക് അത് രാധാജിക്കപ്പുറം ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണനാണോ വലുത് രാധയാണോ വലുതെന്ന് ചോദിച്ചാൽ കൃഷ്ണഭക്തരെ പോലെ രാധാഭക്തർ ഉരുണ്ട് കളിക്കത്തില്ല. എങ്ങനെ ഇത് രണ്ടുപേരും ഒന്നാണ്, ഒന്നിൻ്റെ ഭാഗമാണ്, അങ്ങനൊന്നും പറയില്ല. ഗോസ്വാമിമാരാണ് രാധാഭക്തരെന്ന് പറഞ്ഞാൽ ഗോസ്വാമിമാരങ്ങനെ അറിയപ്പെടുന്നത്. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്ക് രാധാജി തന്നെയാണ് വലുത്. ഇവിടെ ഈ സഖി കൃഷ്ണനും വിരജയും തമ്മിൽ ശൃംഗാരത്തിൽ ഏർപ്പെടുന്നത് കണ്ടപ്പോൾ കൃഷ്ണനോട് ഒരു മമതയും കാണിച്ചില്ല. ഓടിച്ചെന്ന് രാധാജിയുടെ അടുത്ത് വിവരം പറഞ്ഞു. രാധാജി അപ്പം തന്നെ തിടുക്കത്തില് രണ്ടിനെയും കയ്യോടെ പിടിക്കണമെന്നും പറഞ്ഞു വരികയാണ്. രാധാജിയുടെ വരവ് കണ്ടപ്പോൾ കൃഷ്ണൻ അവിടുന്ന് അങ്ങ് അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഓടിക്കളഞ്ഞു. വിരജ പെട്ടെന്ന് ഒരു നദിയുടെ രൂപം പ്രാപിച്ച് ഒഴുകാൻ തുടങ്ങി. അതാണ് വിരജാ നദി എന്ന് നിങ്ങൾ പുരാണങ്ങളിൽ വായിക്കുന്നത്. അപ്പോൾ ഈ വിരജയുടെ തീരത്ത് വന്നപ്പോൾ രാധാറാണിക്ക് മനസ്സിലായി, കൃഷ്ണൻ ഓടിക്കളഞ്ഞതാണ്, വിരജ മനഃപൂർവ്വം നദിയായി ഒഴുകിയിരിക്കുകയാണ്, കയ്യോടെ പിടിക്കാതെ എങ്ങനെ ശിക്ഷിക്കും? അവിടെ നിന്നുകൊണ്ട് രാധാജി ചിന്തിച്ചു, എങ്ങനെ ഈ കൃഷ്ണനെ വിരജയിൽ നിന്ന് മാറ്റാം, എനിക്കെങ്ങനെ കൃഷ്ണനെ എന്നിലേക്ക് ആകർഷിക്കാം? അങ്ങനെ ആലോചിച്ചതിന് ശേഷം രാധാജി തൻ്റെ സഖിമാരെ വിളിച്ചിട്ട് അവർ ഗംഗയുടെയും യമുനയുടെയും മധ്യത്തിലുള്ള പ്രദേശത്തിലെത്തി. എന്നിട്ട് സഖിമാരോട് പറഞ്ഞു, നോക്കൂ, നമ്മൾ ഇവിടെ ഒരു സ്ഥലം നിർമ്മിക്കാൻ പോവുകയാണ്, വൃന്ദാവനത്തേക്കാൾ സുന്ദരമായ ഒരു പ്രദേശം. കാരണം കൃഷ്ണന് വൃന്ദാവനം വിട്ട് ഇവിടേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്തു ചെയ്തു? അവിടെ അതിമനോഹരമായ സ്ഥലം നിർമ്മിച്ചു. എന്നിട്ടോ രാധാജി സ്വന്തം ശക്തി കൊണ്ട് ആൺവണ്ടിനെയും പെൺവണ്ടുകളെയും സൃഷ്ടിച്ചു. ധാരാളം പൂക്കൾ രാധാജി സൃഷ്ടിച്ചു. രാധാജി തൻ്റെ തന്നെ ശക്തി കൊണ്ട് നിരവധി മരങ്ങൾ, വൃക്ഷങ്ങൾ, ആ വൃക്ഷത്തിൽ പടർന്നു കയറുന്ന വള്ളികൾ, പിന്നെ പുരുഷഗണത്തിൽപ്പെട്ട മാനുകൾ,
സ്ത്രീഗണത്തിൽപ്പെട്ട മാൻപേടകള്, ഇവരെ എല്ലാം സൃഷ്ടിച്ചു. കങ്കാരുക്കള് എന്നു വേണ്ട മയില്, കുയില്, സർവ്വവിധ പക്ഷികളെയും അവർ സൃഷ്ടിച്ചു. ഈ ജീവികളെല്ലാം വൃന്ദാവനത്തിലെ പോലെ ആഹ്ലാദത്തോടെ അവിടെ ഓടി നടന്നു. എന്നിട്ട് രാധാജി നിരവധി പൂക്കൾ പൊഴിയുന്ന വൃക്ഷങ്ങൾ നിർമ്മിച്ചു. അതായത് ഏറ്റവും കൂടുതലായിട്ട് മുല്ലയും മല്ലികയും മാലതിപ്പൂവുമായിരുന്നു. അങ്ങനെ മുല്ലയിൽ നിന്നും മല്ലികയിൽ നിന്നും മാലതിപ്പൂവിൽ നിന്നുമുള്ള സുഗന്ധം കൊണ്ട് അതങ്ങ് നിറഞ്ഞ്, എന്നിട്ട് രാധാജി തുളസീവനം നിർമ്മിച്ചു. അത് കഴിഞ്ഞിട്ട് മറ്റനേകം വനങ്ങൾ സൃഷ്ടിച്ചു. അവ കണ്ടു കഴിഞ്ഞാൽ വൃന്ദാവനം അല്ലെങ്കിൽ വൃന്ദാവനത്തെ വെല്ലുന്ന ഒരു സ്ഥലം. എന്നിട്ട് രാധാജി ഗംഗയ്ക്കും യമുനയ്ക്കും ആജ്ഞ കൊടുത്തു. ആജ്ഞ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ദേ ഇവിടെ കാണുന്ന ഈ കുളങ്ങളിൽ നിങ്ങൾ ജലം കൊണ്ട് നിറയ്ക്കണം. ഈ ജലം ഇവിടുത്തെ പൂന്തോട്ടത്തിൻ്റെ സംരക്ഷണത്തിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ രാധാജി പറഞ്ഞതിനനുസരിച്ച് അവിടെ നിർമ്മിച്ച കുളങ്ങളിൽ ഗംഗയും യമുനയും വന്ന് നിറഞ്ഞു, പുണ്യജലങ്ങൾ വന്ന് നിറഞ്ഞു. കാമദേവൻ ഇതറിഞ്ഞ് അവിടെ താമസമാക്കാനെത്തി. പക്ഷികളൊക്കെ കൃഷ്ണനാമം ഉച്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ തോഴിമാരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ സ്ഥലം? നന്നായിരിക്കുന്നു, വൃന്ദാവനം തന്നെ, ഒരുപക്ഷെ വൃന്ദാവനത്തേക്കാൾ ഗംഭീരം. അപ്പൊ രാധാജി പറഞ്ഞു, നോക്കൂ, ഇനി കൃഷ്ണനെ ആകർഷിക്കണം. അപ്പൊ രാധാജി അതിമനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചു. അതിമനോഹരമായ വസ്ത്രം ധരിച്ചിട്ട് അതിമനോഹരമായി ഓടക്കുഴൽ ഊതാൻ തുടങ്ങി. രാധാജിയുടെ ഓടക്കുഴൽ നാദം കൃഷ്ണന്റെ ഓടക്കുഴൽ നാദത്തിനേക്കാൾ ഇരട്ടി 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 മധുരമുള്ളതാണ്. അപ്പോൾ ഈ ഓടക്കുഴൽ വായന, രാധാജിയുടെ ഓടക്കുഴൽ വായന ആര് കേട്ടു? ശ്രീകൃഷ്ണൻ കേട്ടു. ആ വായനയിൽ കൃഷ്ണൻ അലിഞ്ഞുപോയ ആ ഗാനത്തില് കൃഷ്ണൻ എന്തു ചെയ്തു? ഇത് എവിടുന്ന് വരുന്നു എന്ന് നോക്കി. രാധാജിയുടെ ഓടക്കുഴൽ നാദം എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നടന്ന് നടന്ന് ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. അപ്പോഴാണ് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് അത്യധികം സുന്ദരിയായിട്ട് ആര് നിൽക്കുന്നു? രാധാജി. കൃഷ്ണൻ പെട്ടെന്ന് പ്രണയാതുരനായി. കൃഷ്ണൻ പറഞ്ഞു, രാധേ, നീ എൻ്റെ ജീവനാണ്. ഈ ഭൂമിയിൽ എനിക്ക് നിന്നോളം പ്രിയപ്പെട്ടതായിട്ട് വേറെ ആരും തന്നെ ഇല്ല രാധേ. ഇനി ഒരിക്കലും രാധേ നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടേക്കും പോകില്ല. കാരണം എന്നെ കിട്ടാൻ വേണ്ടി ഒരു സ്ഥലം തന്നെ നീ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ രാധേ, നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടേക്കും പോകത്തില്ല. ഞാൻ ദാണ്ടെ നീ നിർമ്മിച്ച ഈ സ്ഥലത്തേക്ക് താമസം മാറ്റുകയാണ്. ഇനി മുതൽ കൃഷ്ണൻ ഈ സ്ഥലത്താണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വെച്ച് ഞാൻ എൻ്റെ ശക്തിയാൽ പുതിയ സഖികളെ സൃഷ്ടിക്കുകയാണ്. ഇവിടെ വെച്ച് ഞാൻ നിനക്ക് വേണ്ടി പുതിയ തോട്ടങ്ങളും നിർമ്മിക്കുകയാണ്. ഇതാ ഞാൻ ആജ്ഞാപിക്കാൻ പോവുകയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പുണ്യസ്ഥലങ്ങളും ഇവിടേക്ക് വരണം. ഈ പ്രപഞ്ചത്തിൽ ഏതൊക്കെ പുണ്യസ്ഥലങ്ങളുണ്ടോ, ഇപ്പൊ നമ്മൾ കാശി നമുക്കൊരു പുണ്യസ്ഥലമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ സകല പുണ്യസ്ഥലങ്ങളും ഇവിടേക്ക് വന്നിരിക്കണം. ഇത് കൃഷ്ണനാകുന്ന എൻ്റെ ആജ്ഞയാണ്. ഇനി മുതൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? സ്ഥിര താമസം ഉണ്ടായിരിക്കും. കാരണം ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ രാധ നിർമ്മിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഇവിടെ വന്ന് ആരാണോ നമ്മളെ ആരാധിക്കുന്നത് അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ചൊരിയും. ഇവിടെ വന്ന് നമ്മളെ രണ്ടുപേരെയും ആരാധിക്കുന്ന രാധാകൃഷ്ണ ഭക്തർക്ക് അവർക്കുള്ള സർവ അഭീഷ്ടങ്ങളും സാധിച്ച് അവർക്ക് ഞാൻ മോക്ഷം കൊടുക്കുന്നതായിരിക്കും. വൃന്ദാവനം പോലെ ഇതും ഇന്നു മുതൽ പരിശുദ്ധമാണെന്ന് ഞാൻ കൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു. ഇത് വൃന്ദാവനം പോലെ പരമ പരിശുദ്ധമാകുന്നു. ഇവിടെ ഒരിക്കലെങ്കിലും വരുന്നവന് എല്ലാ പുണ്യ സ്ഥലങ്ങളിലും പോകുന്ന ഫലം കിട്ടും. അവൻ വളരെ പെട്ടെന്ന്
ഭക്തി ആർജിക്കുകയും ഒടുവിൽ ഗോലോകം പ്രാപിക്കുകയും ചെയ്യും. ഇത് കൃഷ്ണൻ എന്ന ഞാൻ നൽകുന്ന വാക്കാകുന്നു. ഈ സ്ഥലത്ത് ആരാണോ കാലുകുത്തുന്നത് അവനിൽ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ചൊരിയുന്നതായിരിക്കും. ഭക്തർക്ക് ഇത് നവ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് പുതിയത്, രണ്ട് 9. അപ്പൊ ഭക്തർക്ക് ഇത് നവവൃന്ദാവനമാണ്. രാധയെ നവ എന്ന് പറഞ്ഞാൽ പുതിയ വൃന്ദാവനമാണ് രാധാകൃഷ്ണ ഭക്തർക്ക്. രാധയെ നീ ഇത് നിർമ്മിച്ചിരിക്കുന്നത് 9 ദ്വീപുകള് താമരയുടെ ആകൃതിയിൽ ചേർത്താണ് നീ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ രാധയെ 9 ദ്വീപുകള് താമരയുടെ ആകൃതിയിൽ ചേർത്താണ് നീ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നവദ്വീപുകൾ ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ഇത് നവദ്വീപധാമ എന്ന പേരിൽ അറിയപ്പെടും. ഇത് മായാപൂർ ധാമ എന്നും അറിയപ്പെടുന്നതാണ്. അപ്പൊ അതിന്റെ പേരാണ് നവദ്വീപധാമ, മായാപൂർ ധാമ. ഇവിടെയാണ് ചൈതന്യ മഹാപ്രഭു ജനിച്ചത്. ഇത് പശ്ചിമ ബംഗാളിലാണ്. ഇതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. രാധാഭക്തർക്കും വിഷ്ണു ഭക്തർക്കും അങ്ങേയറ്റം ഇഷ്ടമുള്ളതാണ്. വൃന്ദാവന യാത്ര ഒരു ശീലമാക്കിയിട്ടുള്ളവരെ നിങ്ങൾ കേൾക്കുക. രാധാഭക്തർക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ പശ്ചിമ ബംഗാളിലെ ഈ പറയുന്ന നവദ്വീപധാമ, നിങ്ങൾ പശ്ചിമ ബംഗാളിൽ ചെന്നാൽ അവിടേക്ക് നിരവധി ടൂറിസ്റ്റ് ഓപ്പറേറ്ററുകളുണ്ട്. ഇഷ്ടം പോലെ പേരാണ് അവിടെ പോകാൻ വന്ന് മറിയുന്നത്. ഫ്ലൈറ്റിൽ പോകുന്നെങ്കിൽ കൊൽക്കത്തയിൽ ഇറങ്ങുക, കൊൽക്കത്തയിൽ ഇറങ്ങി ട്രെയിനിൽ പോകുന്നെങ്കിലും കൊൽക്കത്തയിൽ ഇറങ്ങുക. ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ ഒരു ടൂർ ഓപ്പറേറ്റേഴ്സും വേണ്ട, നമുക്കവിടെ പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വൃന്ദാവന യാത്ര ഒരു ശീലമാക്കിയവരെ നിങ്ങൾ ഇവിടെ പോയിരിക്കണം. നിങ്ങളോട് ഇവിടെ പോകുന്ന കാര്യം ആരും പറയില്ല. കാരണം വൃന്ദാവനത്തിൽ പോകുമ്പം കുറേ കാശടിച്ച് മാറ്റാം, ഇവിടെ പോകുമ്പം കുറേ കൂടെ ആകും, അത്രയും നിങ്ങളിൽ നിന്ന് കിട്ടത്തില്ല, മെനക്കെടത്തില്ല. എന്ന് മാത്രമല്ല, ഇതറിയാത്തത് കൊണ്ട് പലരും വരുത്തില്ലല്ലോ എന്ന് കരുതി പല കൃഷ്ണഭക്തരും രാധാഭക്തരും ഇതിൻ്റെ ചാനൽ നടത്തുന്നവരും എല്ലാം ഇത് ബിസിനസ്സാക്കി നിങ്ങളെ വൃന്ദാവനത്തിൽ മാത്രം കൊണ്ടുപോകും. രാധാഭക്തരെ വൃന്ദാവനത്തിൽ മാത്രമല്ല പോകേണ്ടത്, കൃഷ്ണഭക്തരെ വൃന്ദാവനത്തിൽ മാത്രമല്ല പോകേണ്ടത്, നവദ്വീപധാമയിൽ പോകണം. ഇത് വൃന്ദാവനത്തെക്കാൾ ഒരു പടി മുന്നിലാണെന്ന് പറയുന്നതിൻ്റെ കാരണം, ഗോസ്വാമിമാർ ചിലർ അങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, വൃന്ദാവനം അതല്ലാതെ ഒരു സൃഷ്ടിയാണ്, അത് ഗോലോകത്തുള്ളതാണ്. പക്ഷേ ഇത് രാധാറാണി സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചതാണ്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, നമ്മൾ കടയിൽ നിന്നൊരു മരച്ചീനി വാങ്ങിക്കുന്നു, അത് നമ്മൾ കഴിക്കുന്നു, കൊള്ളാൻ രുചിയുണ്ട്. 2, നമ്മൾ കുഴിച്ചു, നമ്മൾ വെള്ളം കോരി, നമ്മൾ വളർത്തിയിട്ട് അതിൽ നിന്ന് എടുക്കുന്നു, അതിന് കൂടുതൽ നമുക്ക് താല്പര്യമുണ്ടാകും. അതുപോലെ രാധാറാണി സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചതാണ് നവദ്വീപധാമം, അല്ലെങ്കിൽ മായാപൂർ ധാമ എന്ന് പറയുന്നത്. അതുകൊണ്ട് വൃന്ദാവനത്തേക്കാൾ ഒരു പടി മുന്നിലാണ് എന്ന് ഒരു പക്ഷം അഭിപ്രായപ്പെടുന്നു. മറ്റൊരു പക്ഷം വൃന്ദാവനവും ഇതും തുല്യമാണ്, അല്ലാതെ വൃന്ദാവനത്തേക്കാൾ താഴെ എന്ന് ലോകത്താരും പറയുന്നില്ല. അതുകൊണ്ട് രാധേ രാധേ പ്രേക്ഷകരെ, രാധാഭക്തരെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് നവദ്വീപധാമിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊള്ളൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.